പ്രിഡോമിനന്റ് ഒരു അവയർനെസ് മദ്യത്തോട് അവേർഷൻ ആയിരിക്കും. ഫിയറും ഫോബിയൊക്കെ മാറ്റുന്നത് തന്നെയാണ്. നമ്മൾ എന്തിനെ ഭയപ്പെടുന്നോ അപ്പൊ അതിനെ നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമുക്കതങ്ങ് പോവുക, ഉള്ളിൽ നിന്ന് അങ്ങ് പോവുക ചെയ്യും. നമ്മുടെ ഈ ശരിക്കും ഏത് ഭാവമാണോ അല്ലെങ്കിൽ ഇതിൽ ഇതാണോ ഈഗോ ആണോ ഏതാണ് കൂടുതൽ സൂപ്പർ ആക്റ്റീവ് ആകുന്നത് വെച്ചാൽ അതിനനുസരിച്ച് അല്ലെങ്കിൽ അവ നമ്മളെ ഭരിക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങയുടെ ഈ ട്രെയിനിങ് അനുസരിച്ച് ഇപ്പൊ എനിക്ക് ആവശ്യമില്ലാത്ത കുറെ ദേഷ്യമോ എന്തൊക്കെയോ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്നെ എപ്പോഴും ആ ദേഷ്യം തന്നെ ഭരിക്കുന്നു. അപ്പൊ എനിക്ക് ഈ ദേഷ്യം ഒന്ന് കുറച്ചിട്ട് എന്നെ മാറ്റാൻ സാധിക്കും, ശാന്തയാക്കാൻ സാധിക്കും എന്നാണ് അങ്ങ് ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് എനിക്ക് വരണമെങ്കിൽ അങ്ങ് എത്ര നാള് അങ്ങയുടെ ട്രെയിനിങ് അല്ലെങ്കിൽ എത്ര ദിവസം അത് എടുക്കും? അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചിട്ടയായിട്ട് പാലിക്കേണ്ടത്? നമുക്കിപ്പോ പറഞ്ഞിട്ടുള്ളത് ഇമോഷണൽ ഡിസ്ട്രസിന്റെ പേരിലായിരിക്കും നമുക്ക് അകാരണമായ ദേഷ്യം വരുന്നത്. ആ ദേഷ്യത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് 10 വർഷം മുമ്പോ ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മളൊരു 2 വയസ്സിലോ 3 വയസ്സിലോ പേരന്റ്സ് ചിലപ്പോൾ നമ്മൾ മൂത്ത കുട്ടികളെ കുട്ടിയായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്തതിലോ അൺജസ്റ്റ് പണിഷ്മെന്റിൽ നിന്നോ സ്കൂളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളിൽ നിന്നോ കൂട്ടുകാരൊക്കെ ഞാൻ പറഞ്ഞു ആനെ കെട്ടിയിട്ട് പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രോഗ്രാം നമ്മൾ പോയി റീപ്രോഗ്രാം ചെയ്യണം. റീപ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ആ അന്ന് നടന്നിട്ടുള്ളൊരു സംഭവത്തിന്റെ കൂടെ ആ ഇൻസിഡന്റിന്റെ കൂടെ ഒരു ഇമോഷനും കൊണ്ടുണ്ട്. ഇതിനെ രണ്ടിനും കൂടെ ഡിറ്റാച്ച് ചെയ്യണം. ഇൻസിഡന്റ് ഓർത്ത് കഴിഞ്ഞാൽ കൂടെ ഇമോഷൻ വരരുത്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പം സ്വന്തക്കാരൻ ഒരാൾ നമുക്ക് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ട് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കിയേക്കും. ഇറ്റ് ഇസ് അവർ കൺക്ലൂഷൻ. ഈ കൺക്ലൂഷൻ ഉണ്ടാക്കിയ നമ്മുടെ മനസ്സിൽ നേരത്തെ കിടക്കുന്ന കുറെ ഇൻസിഡൻസുമായിട്ട് ചേർത്ത് വെച്ചേക്കുകയാണ്. നമ്മളെ മനസ്സിൽ അതം കളയുന്നതോടുകൂടി റാഷണലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങും. ആദ്യമായിട്ട് നമുക്കുള്ള ഈ കണ്ടാമിനേഷൻസ് ഡിലീറ്റ് ചെയ്തോ ഇല്ലെങ്കിൽ ചിലതിനെ ന്യൂട്രലൈസ് ചെയ്യുകയോ ചെയ്താൽ മാത്രമേ അങ്ങനെ നമുക്ക് റീപ്രോഗ്രാമിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 3 അവേഴ്സിന്റെ പ്രോഗ്രാം സാധാരണഗതിയിൽ പലപ്പോഴും കോളേജുകളിലൊക്കെ കൊടുക്കുന്ന ഫ്രീ ആയിട്ടും ഇല്ലെങ്കിൽ അവരൊരു ഇത് വെച്ചിട്ടാണ്. പക്ഷെ ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ഇസ് വെരി കോസ്റ്റ്ലി പ്രോഗ്രാം. അത് അവരുടെ ഒരു ടോട്ടലി ഒരു തപസ് പോലെ ഒരു ദിവസത്തെ ഡിവോഷന്റെ ശേഷമാണ് ഈ പ്രോഗ്രാമിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാം. കുറെ ആൾക്കാർക്ക് ഒന്നിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പം വിവിധ മാനസിക നിലയിലുള്ളവരായിരിക്കും. അതെങ്ങനെയാ കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്? ഒരിക്കലും ട്രെയിനർക്ക് ഒരാളുടെ മനസ്സിനെ മാറ്റാൻ പറ്റത്തില്ല. മനസ്സിനെ മാറ്റണമെന്ന് ഇപ്പം മദ്യപിക്കുന്ന ഒരാൾ ഒരു മൈൻഡ് പവറിന്റെ അടുത്ത് വരുവാണെങ്കിൽ മദ്യത്തോട് സ്ട്രോങ് ആയിട്ടുള്ള അവേർഷൻസ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അത് പക്ഷെ നമുക്ക് സജഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. ക്രിയേറ്റ് ചെയ്യേണ്ട അയാൾ തന്നെയാണ്. വേറൊരാളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഫിയർ ആയിരിക്കും. എല്ലായിടത്തും ഫിയർ ആയിരിക്കും. വേറൊരാൾക്ക് സംശയമായിരിക്കും. പക്ഷെ ഇവരെല്ലാം വന്നിരിക്കുന്നത് എല്ലാം മാറ്റി. വേറെ ആൾക്കാർക്ക് ബിസിനസ് ഒരുപാട് ചെയ്തിട്ട് എല്ലാ ബിസിനസ്സിലും ഫെയിലിയറാണ്. ഫെയിലിയറിനൊരു ബ്ലൂ പ്രിന്റ് അകത്ത് കയറിയേക്കുകയാണ്. എന്ത് ചെയ്താലും ഞാൻ പരാജയപ്പെടും. ഈ ഫിയർ എന്നൊക്കെ പറയുന്നത് ജന്മനാ ഉള്ളതാണോ? മദ്യപാനം എന്ന് പറഞ്ഞത് ഇതിലൊന്നും ജന്മനാ ഉള്ളതല്ല. ഞാൻ പറയും നേരത്തെ ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റുകൾ ഉള്ളിൽ ചെന്ന് അതിൽ നിന്നുണ്ടായിട്ടുള്ള റിയാക്ഷൻസ് ആണ്. സ്വഭാവം ബേസിക്കലി ഒരു റിയാക്ഷൻസ് ആണ്. അപ്പൊ ഇതിന് നമ്മൾ അവര് ശക്തമായിട്ട് ഇതിന് മാറ്റണമെന്ന് അവര് വിചാരിച്ചാൽ ആൾക്കാർ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കുക. ഇത്തരത്തിലുള്ളൊരു റിയാക്ഷൻ തന്നെയാണോ, പ്രതികരണം തന്നെയാണോ മദ്യപാനം എന്ന് പറയുന്നത്? മദ്യപാനത്തിൽ കൂടുതലും എൻജോയ്മെന്റിന് വേണ്ടിയിട്ടും കമ്പനിക്ക് വേണ്ടി മദ്യപിക്കുന്ന അല്ലാതെ അഡിക്ഷൻ വരുമ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗീകാരം കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സഹോദരിമാർ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ ആ ഒരു ഈ അഡിക്ഷൻ മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ അംഗീകാരം കിട്ടാതിരിക്കുമ്പോഴത്തേക്കും മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്കും ടെമ്പററി കുറച്ച് സമയത്തേക്ക് ഒരു ഫീലിംഗ് കിട്ടുവാണ് അംഗീകാരം കിട്ടുന്നത്. അത് കിട്ടുന്ന ഫീൽ ചെയ്യാൻ അടുത്ത ദിവസം അത് തന്നെ വേണമെന്ന് തോന്നും. അതിന് പകരം വീട്ടിലും മറ്റ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും കൊളീഗ്സിന്റെ അടുത്തൊക്കെ ഒരു അംഗീകാരം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ നിന്ന് സ്നേഹം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ആസക്തി നഷ്ടപ്പെടും. പിന്നെ മൈൻഡ് പവറിൽ ഇമ്മീഡിയറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനോടൊരു സ്ട്രോങ് അവേർഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് അവരുടെ കൺസെന്റോടുകൂടി അവരാണ് ചെയ്യുന്നത്. ട്രെയിനർ എപ്പോഴും അതിന് പറ്റിയ പവർഫുൾ സജഷൻസ് കൊടുക്കുകയാണ്. അത് കോൺഷ്യസ് ലെവൽ വഴി കയറി സബ് കോൺഷ്യസ് ലെവലിലേക്ക് സജഷൻസ് കൊടുക്കും. അവിടെ നിന്ന് പോയാലും മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തോടുള്ള അവേർഷൻ എപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ പ്രിഡോമിനന്റ് ഒരു അവയർനെസ് മദ്യത്തോട് അവേർഷൻ ആയിരിക്കും. ഫിയറും ഫോബിയൊക്കെ മാറ്റുന്നത് തന്നെയാണ്. നമ്മൾ എന്തിനെ ഭയപ്പെടുന്നോ അപ്പൊ അതിനെ നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമുക്കതങ്ങ് പോവുക, ഉള്ളിൽ നിന്ന് അങ്ങ് പോവുക ചെയ്ത്. നമ്മൾ ഈ മാനസിക രോഗികൾ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ മനസ്സിന്റെ താളം തെറ്റിയവർ, അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബോധം
ത്തിന്റെ താളം തെറ്റിയ ആളുകളെന്നാണ്. കാരണം അവരുടെ അബോധ മനസ്സ് അപ്പോഴും ശരിയായ നിലത്തിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ശരീരത്തിനുള്ളിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ബോധ മനസ്സിന്റെ താളം മാത്രമാണ് തെറ്റിയിരിക്കുന്നത്. ബോധ മനസ്സിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്. ഇത്തരം ഇങ്ങനെയുള്ള ആളുകളുടെ ഉപബോധ മനസ്സിന് ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ കൊടുത്താൽ, ഇത്തരത്തിൽ ചില പരിശീലനങ്ങൾ കൊടുത്താൽ അത് അവരുടെ ബോധ മനസ്സിനെ സ്വാധീനിക്കുകയില്ലേ? വളരെ നല്ല ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഈ മാനസിക നില താളം തെറ്റിയ ആൾക്കാർക്ക് അവർക്ക് സബ് കോൺഷ്യസ് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുകയും നമ്മൾ കാണുന്ന അല്ല അവർ ജീവിക്കുന്നത്, അവരൊരു ഡിഫറെന്റ് വേൾഡിലാണ് ജീവിക്കുന്നത്. പക്ഷേ മൈൻഡ് പവർ ട്രെയിനേഴ്സ് ത്രൂ ഔട്ട് ദ വേൾഡ് മാനസിക രോഗമുള്ളവരെ ട്രീറ്റ് ചെയ്യാറില്ല. അത് മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ ഏരിയയാണ്. മാനസിക രോഗികൾ ട്രീറ്റ് ചെയ്യുന്നതിന് അതിൻ്റെതായ ശാസ്ത്രമുണ്ട്, മരുന്നുണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതിൻ്റെതായ രീതികളുണ്ട്. മൈൻഡ് പവറിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമില്ലാത്ത ആൾക്കാർ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവരുടെ കപ്പാസിറ്റി 10 മടങ്ങാക്കുക, പൊട്ടൻഷ്യാലിറ്റി വർദ്ധിപ്പിക്കുക, പിന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുക, പ്രത്യേകിച്ച് അച്ചീവ്മെന്റ്സ്, മണി, നല്ല റിലേഷൻഷിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ അച്ചീവ്മെന്റ്സ് ഉണ്ട്, സക്സസ് ഉണ്ടാക്കാനായിട്ടുള്ള അത് ക്വിക്കായിട്ട് അച്ചീവ് ചെയ്യും. നല്ല ഒരു പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ സമ്പന്നനാകുക എന്നൊരാഗ്രഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർക്ക് ധാരാളം പണം ഉണ്ടാക്കാൻ കഴിയും ഈ ഒരു പരിശീലനത്തിലൂടെ. തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഈ ഒരു മില്യണയർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ട്രെയിനിങ് പ്രോഗ്രാം തന്നെയുണ്ട്. ഒരു മില്യണയർ മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും നമ്മളൊരു കോടീശ്വരനാണ് എന്ന് ഒരു അവയർനെസ് എല്ലാവരും പറയുമല്ല, ഉള്ളിൽ അങ്ങനത്തെ അവയർനെസ് ഉണ്ടെങ്കിൽ ഈ കോടീശ്വരനാകാൻ പറ്റിയ വഴികളെ നമ്മുടെ ശ്രദ്ധപ്പെടുത്തും. ഓപ്പർച്യൂണിറ്റീസിന് ഓപ്പൺ ചെയ്യാണ്. ഇപ്പൊ പാരഷൂട്ട് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യണേ, അത് ഓപ്പൺ ചെയ്താലേ പാരഷൂട്ട് നമുക്ക് പ്രയോജനപ്രദമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് മനസ്സിലേക്ക് വരും. നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക് എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എനിക്കുള്ളതല്ല ഇത് മറ്റാർക്കൊക്കെ ഉള്ളതാണ്. വ്യവസായം, വാണിജ്യം ഒക്കെ ഇതൊക്കെ എല്ലാവർക്കും ഉള്ള. ഞാൻ എല്ലായിടത്തും ജോലി ചെയ്യാനായിട്ട് എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എടുത്ത് കയറണം. അപ്പൊ അവർക്ക് ഒരു ഗോളില്ല. അപ്പൊ ഗോളുള്ള ആൾക്കാർ, ലോകത്തിന്റെ ഹിസ്റ്ററി തന്നെ ഇതാണ്, ശക്തമായൊരു ഗോളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗോളില്ലാത്തവരെല്ലാം വർക്ക് ചെയ്യും. ശക്തമായ ഒരു ലക്ഷ്യം ജീവിതത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ലക്ഷ്യമില്ലാത്തവരെല്ലാം വർക്ക് ചെയ്യും. അപ്പൊ പല നമ്മുടെ യുവാക്കളുടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ചേർന്ന് ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം. പക്ഷെ ഈ കമ്പനി ഉണ്ടാക്കിയത് ഗോളുള്ള ഒരാളാണ്. ലോകത്തിന്റെ ഹിസ്റ്ററി മുഴുവൻ അതാണ്. എല്ലാ രാജാക്കന്മാരുടെ ഹിസ്റ്ററിയും ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും. ഗോളില്ലാത്തവരെല്ലാം ഈ കൂടെ തീർച്ചയായും ഒരു വ്യക്തിയെ പാകപ്പെടുത്തുന്നതിൽ ഈ ഒരു സംവിധാനം, പരിശീലനം വളരെ ഉപകാരപ്പെടുന്നു എന്ന് തന്നെയാണ് താങ്കളുടെ ഈ ഒരു പരിശീലന രീതികൾ വിവരിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ അത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ധാരാളം ഉപയോഗിക്കുന്നു. ഒരു പക്ഷേ അമേരിക്ക ഇപ്പോഴത്തെ ബറാക് ഒബാമ പോലും ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിന്റെ ഒരു മറ്റൊരു വശം, അതായത് ഒസാമ ബിൻ ലാദനെ പോലെയുള്ള അല്ലെങ്കിൽ ഭീകര സംഘടനകളുടെയൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അവരുടെ ഒരു തലത്തിലേക്ക് അവരുടെ ഒരു ആവശ്യാനുസരണം ട്രെയിൻ ചെയ്ത് മറ്റൊരു തലത്തിൽ സെറ്റ് ചെയ്ത് പുതിയൊരു തലമുറ അല്ലെങ്കിൽ പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇത് ദുരുപയോഗപ്പെടുത്തുകയല്ലേ? വളരെ റെലവന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പം ഒരു മൈൻഡ് പവർ ട്രെയിനറുടെ കയ്യിലൊരു നന്നായിട്ട് പാടുന്ന ഒരാള്, അക്സെപ്റ്റൻസ് കിട്ടാതെ നിൽക്കുന്ന പാടുന്ന ഒരാളെ കിട്ടുക, നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളെ കിട്ടുവാണ്. ഞങ്ങൾക്കതൊരു 2-3 സെഷന്റെ പ്രവർത്തനം വഴി അവരുടെ ഉള്ളിൽ കിടക്കുന്ന സബ് കോൺഷ്യസ് ലെവലിലെ ടാലന്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ ഇരട്ടി, 4 ഇരട്ടി, 10 ഇരട്ടി, 1000 ഇരട്ടിയാക്കി അതിൽ നിന്നൊരു എനർജി ഇങ്ങനെ ഒരു വിസ്ഫോടനത്തിന് വേണ്ടി നിൽക്കുന്ന ലെവലിലേക്ക് അവരെ ആക്കിയിട്ട് ഒരു അഭിനയത്തിന് വിടുകയോ മ്യൂസിക്കിന് വിടുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അവരുടെ പെർഫോമൻസ് പഴയതിനെ കഴിഞ്ഞും വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ അതിനകത്ത് പല ക്ലയൻസും ഉണ്ട്. അപ്പൊ ഞങ്ങൾ സാധാരണ ഇതിൽ ക്ലയൻസിന്റെ പേര് പുറത്ത് പറയാറില്ല. ഈ ഫിലിം രംഗത്തുള്ളവരും മ്യൂസിക് രംഗത്തൊക്കെ ഉള്ളവരും പല ആൾക്കാരുണ്ട്. അവരുടെ കഴിവിനെ 10 ഇരട്ടിയാക്കിയിട്ടാണ് അവരുടെ ഉള്ളിന്റെ ബോധം അങ്ങനെ കിടക്കുന്നത്, അങ്ങനെ വിടുന്നത്. അപ്പൊ അതേപോലെ അത് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന, തിന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന വെച്ചാൽ ഒരു ജസ്റ്റീസിന്റെ ഒരു മുറിവ് മനസ്സിൽ കിടക്കുന്ന ഒരാളെ എടുത്തിട്ട് അതിനെ അങ്ങോട്ട് ഈ പറഞ്ഞ 1000s ഓഫ് ടൈംസ് അങ്ങ് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ആ മനസ്സിൽ കിടക്കുന്ന മുഴുവൻ അതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തും ത്യജിക്കാനായിട്ട്, അതും എനർജിയുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ സ്ഫോടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ അവസ്ഥയിലാക്കിയതിനു ശേഷമാണ് ഇവരെ യൂസ് ചെയ്യുന്നത്. അപ്പം ടെററിസ്റ്റുകളും മൈൻഡ് പവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രസിഡന്റ് ഒബാമ വളരെ നേരത്തെ മുതൽ മൈൻഡ് പവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ
എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് NLPയുടെ ഒരു ടൂളാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ ഒരു ടൂളാണ്. അതിന്റെ അവർക്കൊരു മനസ്സിൽ തന്നിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് നമുക്കൊരു ഓബ്ജക്റ്റിലേക്ക്, ഒരു പെയിനിലേക്ക്, ഒരു സൗണ്ടിലേക്ക് മാറാം. ചില ക്രിക്കറ്റുകാർ ഒരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് എനർജി അവർക്ക് പെട്ടെന്ന് വരും. പ്രസിഡന്റ് ബാരക് ഒബാമയ്ക്കാണെങ്കിൽ ഒരു ചെറിയ ഹനുമാൻ വിഗ്രഹം എന്നോ കിട്ടി, അതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേ അദ്ദേഹത്തിന് ഒരുപാട് പവർ കിട്ടുന്നതായിട്ട് തോന്നും. കാരണം മൈൻഡിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിനെ അതിനെ റിലേറ്റ് ചെയ്ത്